ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴികളിലെ നിജസ്ഥിതി പരിശോധിക്കാൻ അന്വേഷണം വ്യാപിപ്പിച്ച് എസ്ഐടി. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് ജീവനക്കാരായിരുന്ന സുധീഷ് കുമാറും മുരാരി ബാബുവും മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവുമായും പത്മകുമാറുമായും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന നിഗമനത്തിലാണ് എസ്ഐടി. പത്മകുമാറിന്റെയും പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും വിശദമായ പരിശോധന തുടരുകയാണ്. റിമാൻഡിൽ തുടരുന്ന പത്മകുമാറിനും എൻ വാസുവിനും വേണ്ടി എസ്ഐടി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ ഇന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ദേവസ്വം മന്ത്രി ഇന്നലെ സന്നിധാനത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തി. നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ സന്നിധാനത്ത് തിരക്ക് കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. അവലോകന യോഗത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ അതൊക്കെ പൂർത്തിയായോ? അതുപോലെ തന്നെ ഇന്ന് ശബരിമലയിലെ തിരക്ക് അതെങ്ങനെയാണ്? അനുശ്രീ, 11 മണിക്ക് പമ്പയിലാണ് യോഗം. കഴിഞ്ഞ ദിവസം രാത്രി 10:30 മണി കഴിഞ്ഞതോടുകൂടിയാണ് മന്ത്രി വി എൻ വാസവൻ സന്നിധാനത്തേക്ക് എത്തിയത്. അദ്ദേഹം ഈ യോഗമുള്ളത് കൊണ്ട് തന്നെ പമ്പയിലേക്ക് മടങ്ങുകയായിരുന്നു. പ്രധാനമായും ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുക എന്നതാണ്. നട തുറന്ന ശേഷം സന്നിധാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ പാളിച്ചകൾ വന്നതായി നേരത്തെ ആരോപണങ്ങൾ ഉയർന്നു, ആക്ഷേപം വന്നിരുന്നു. ഭക്തരുടെ ഭാഗത്തുനിന്ന് തന്നെ ശുദ്ധജലവും ഭക്ഷണവും കിട്ടുന്നതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. 18-നുണ്ടായ വലിയ ഭക്തജന തിരക്ക് അത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന നിലയിലേക്കൊക്കെ എത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗം പരിശോധിക്കുക. തുടർന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, അത് KSRTC സർവീസുകളുടെ കാര്യം, അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾ, ഹെൽത്ത്, അതോടൊപ്പം തന്നെ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോലീസിന്റെ നടപടികൾ, ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവുണ്ട്. 5000 പേരാണ് സ്പോട്ട് ബുക്കിംഗ് എന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അതിൽ ഹൈക്കോടതി ഒരു മാറ്റം വരുത്തിയിരുന്നു. എത്ര ആളുകളെ കയറ്റിവിടണം എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം എന്ന ഒരു നിലയിലേക്ക് കഴിഞ്ഞ ദിവസം ആ ഉത്തരവ് കുറച്ച് ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. മുസ്ലിം നമ്മൾ തിരക്ക് കുറവ് എന്ന് പറയുമ്പോഴും അത്ര കണ്ട് കുറവാണെന്ന് പറയാൻ കഴിയില്ല. കാരണം രാവിലെ മഴ ഉണ്ടായിരുന്നു. പമ്പയിൽ നിന്ന് കയറുന്നതിന് ഈ മഴ ചെറിയ തടസ്സമായി. അതുകൊണ്ട് തന്നെ കുറച്ചുനേരം പമ്പയിലൊക്കെ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറിയ ഒരു അന്തരീക്ഷമാണ്. അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭക്തജന തിരക്കുണ്ട്. തീർത്ഥാടകർ നിലയ്ക്കൽ നിന്നും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഇപ്പോൾ മറ്റു തടസ്സമില്ലാതെ വലിയ തടസ്സം, അതായത് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശത്താണ് നേരത്തെ 12-14 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വന്നത്. അങ്ങനെയുള്ളൊരു ദീർഘസമയ കാത്തുനിൽപ്പില്ലാതെ തന്നെ തീർത്ഥാടകർക്ക് മുകളിലേക്ക് വരാൻ കഴിയുന്നുണ്ട്. അവർക്ക് ദർശനം നടത്തി ഇവിടെ മറ്റ് പൂജാ കാര്യങ്ങളിൽ പങ്കെടുത്ത് പ്രസാദം വാങ്ങി മടങ്ങാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഹൈക്കോടതി ഉത്തരവ്, കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 75,000 പേരെ വരെ മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ ആ ഉത്തരവ് പ്രാബല്യത്തിലുണ്ടായിരുന്നപ്പോൾ കയറ്റിവിടാൻ കഴിയുമായിരുന്നുള്ളൂ. 70,000 പേർ വെർച്വൽ ക്യൂ വഴി വരുന്നതും 5,000 പേർ ഹൈക്കോടതിയുടെ നിർദ്ദേശം, അത് 20,000 ആയിരുന്നതാണ്, അതിനെ 5,000 ആക്കി സ്പോട്ട് ബുക്കിംഗ് ഹൈക്കോടതി കുറച്ചിരുന്നു. അങ്ങനെയെങ്കിൽ 75,000 എന്നൊരു സംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തുകയും കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെ ഏതാണ്ട് 75,000 മുകളിലേക്ക് പോയിരുന്നു. പക്ഷേ അത് ഹൈക്കോടതി വിധിയുടെ ലംഘനമല്ല. ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാം. തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിൽ ഈ 5,000 എന്ന സംഖ്യ നോക്കേണ്ടതില്ല. സാഹചര്യമനുസരിച്ച് ഭക്തരെ കയറ്റിവിടാം എന്നത് ആത്യന്തികമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കോടതിയും അവിടെ വിലയിരുത്തുന്നത് എത്തുന്ന ഭക്തർ നിരാശരായി മടങ്ങരുത് എന്ന് തന്നെയാണ്. മറ്റൊരു പ്രതിസന്ധി നേരത്തെ ഉണ്ടായിരുന്നത്, വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന ഭക്തർ ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്യുകയും ഒരു പ്രത്യേക ദിവസത്തേക്ക്, ഒരു 25-ാം തീയതിയാണെങ്കിൽ ആ ദിവസത്തേക്ക് ബുക്ക് ചെയ്യുകയും 22-നോ 23-നോ ഒക്കെ തന്നെ വരുന്ന രീതിയിൽ, അതായത് ബുക്ക് ചെയ്തതിനേക്കാൾ മുൻപുള്ള ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അങ്ങനെ 28,000 പേരൊക്കെ അധികമായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസിന്റെ അറിയിപ്പ് വന്നത്, ഈ ബുക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇവിടേക്ക് വരാൻ ശ്രമിക്കണം, ഇവിടേക്ക് വരേണ്ടത് ആ ദിവസങ്ങൾ ആയിരിക്കണം എന്നത് ശ്രദ്ധയിൽ വെക്കണം. കൂടുതൽ ദിവസം മുന്നേക്ക് മാറി വന്നാൽ, അതായത് ആ ദിവസമല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ കാത്തു നിൽക്കേണ്ടി വരും. വിർച്വൽ ക്യൂവിന്റെ രജിസ്ട്രേഷൻ രേഖകളൊക്കെ തന്നെ കൈവശമുണ്ടെങ്കിൽ പോലും അവർക്ക് കാത്തു നിൽക്കേണ്ടി വരും. ആ ദിവസം വിർച്വൽ ക്യൂ അതുമായി വരുന്ന ഭക്തരെ കയറ്റിവിട്ട ശേഷം മാത്രമേ മറ്റു ഭക്തർക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ടാകൂ എന്ന കാര്യം
പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം അതാത് ദിവസത്തെ വിർച്വൽ ക്യൂവുമായി വരുന്ന ഭക്തർക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാം. ദർശനത്തിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കും. ഇവിടെ വരുന്ന ഭക്തർ അത് വിർച്വൽ ക്യൂ വഴിയാകട്ടെ, സ്പോട്ട് ബുക്കിംഗ് വഴിയാകട്ടെ, അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും ഭക്തർ വന്നാൽ ഒരുപക്ഷെ കുറച്ചു സമയം കാത്തു നിൽക്കേണ്ടി വരും. അത് നിലയ്ക്കലിലാണ് ഇപ്പോൾ ബേസ് ക്യാമ്പായി തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ വിശ്രമിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്പോട്ട് ബുക്കിംഗിനുള്ള അധിക കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ആ തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിനകം ആയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നാലും ഭക്തർ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കാതെ അവർ കുറച്ച് കാത്തു നിൽക്കണമെന്നാണ് ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി പറഞ്ഞത്. ദർശനം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ കുറച്ച് സമയം വൈകിയേക്കും. ആ സമയം വൈകുന്നത് സുരക്ഷയെ കരുതിയാണ്. മുഴുവൻ തീർത്ഥാടകരെയും അല്ലെങ്കിൽ അളവിൽ കവിഞ്ഞ് തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിട്ടാൽ നേരത്തെ ഉണ്ടായതുപോലുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അത് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെത്തും. അതുകൊണ്ടാണ് കുറച്ച് സഹിഷ്ണുതയോടുകൂടി സമയമെടുത്ത് നിൽക്കണം എന്ന കാര്യം പോലീസും ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുള്ളത്. കോടതി വിധിയും ഇപ്പോൾ ഭക്തരെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും അനുകൂലമാണ്. നിയന്ത്രണങ്ങൾ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലല്ല ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട്. കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉള്ള ആ പുതിയ നിർദ്ദേശം വന്നതും കൂടുതൽ ഭക്തർക്ക് ഇവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് സാഹചര്യങ്ങളെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല ദേവസ്വം ബോർഡ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് 1 ലക്ഷം പേർക്ക് ഇവിടെ ദർശനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന കാര്യം തന്നെയാണ്. അത് 90,000 പേരെന്നാണ്. 70,000 വിർച്വൽ ക്യൂ, 20,000 സ്പോട്ട് ബുക്കിംഗ്, അധികമായി ഒരു 10,000 പേരെ കൂടി ഇവിടെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 1 ലക്ഷം പേർ എന്ന കണക്കിൽ കാര്യങ്ങളെത്തും. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടണമായിരുന്നു അദ്ദേഹം പറഞ്ഞ സമയത്ത്. ഇപ്പോൾ അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും കൂടുതൽ ജീവനക്കാർ ചുമതലയേറ്റിട്ടുണ്ട്. കേന്ദ്രസേനാ വിഭാഗങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. NDRFന്റെ 2 സംഘങ്ങൾ നേരത്തെ വന്നിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി RAF സംഘവും ഇവിടെ എത്തി. ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് കേരള പോലീസിനേക്കാൾ കുറച്ചുകൂടി വൈദഗ്ധ്യം കേന്ദ്രസേനാ വിഭാഗങ്ങൾക്കുണ്ട്. അവരുടെ സേവനം കൂടി ആയപ്പോൾ കാര്യങ്ങൾ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സുഗമമായി ഭക്തർക്ക് ദർശനം കിട്ടുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിൽ നിലനിൽക്കുന്നത്. അനുശ്രീ, വിനോദ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ തിരക്കൊക്കെ നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല തീർത്ഥാടനത്തിൽ വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല. ഭക്തരുടെ ഭാഗത്തു നിന്ന് പോലും വലിയ തരത്തിലുള്ള പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നടക്കുന്ന അവലോകന യോഗത്തിൽ ഇതിനൊക്കെ ഒരു തീരുമാനമുണ്ടാകും. ഒപ്പം സ്പോട്ട് ബുക്കിംഗിന്റെ അടക്കം കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് കരുതാമല്ലേ? അനുശ്രീ, ഇതിൽ പല കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമായി അല്ലെങ്കിൽ അടിസ്ഥാനമായി എന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, ഈ സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തു വന്നതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് മാറ്റം പോലും സർക്കാർ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ എസ് ജയകുമാർ പ്രസിഡന്റായി എത്തുന്ന ഒരു സാധ്യതയുമില്ലായിരുന്നു. PS പ്രശാന്തിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രകടനത്തിൽ സർക്കാരും LDFും വളരെ തൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശാന്തിന് ഒരു ടേം കൂടി നൽകാം എന്ന ഒരു തീരുമാനത്തിലാണ് സർക്കാർ നിലനിന്നിരുന്നത്, ദേവസ്വം വകുപ്പ് നിലനിന്നിരുന്നത്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ താഴെയുള്ള ഒരു പീഠം, ആ പീഠം കാണാനില്ല എന്ന ഏറ്റവും വലിയ കോളിളക്കമുണ്ടാക്കിയ, ഇപ്പോൾ ഈ 6 അറസ്റ്റിലേക്ക് നയിച്ച ആദ്യത്തെ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. ആ വെളിപ്പെടുത്തൽ ഉണ്ടായതിന് പിന്നാലെയാണ് കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞത്. ദേവസ്വം ബോർഡ് മാത്രമല്ല, സർക്കാർ അപ്പാടെ പ്രതിരോധത്തിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. നേരത്തെ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ സർക്കാരിന് നേരെ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നത് മറികടക്കുന്നതിന്, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടി കൂടിയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത്? ഈ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി അതെല്ലാം തന്നെ തിരിഞ്ഞുകൊത്തുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ സർക്കാർ ദേവസ്വം ബോർഡിന്റെ കാപട്യമാണ് ഇവിടെ നടക്കുന്നത്, കൊള്ളയാണ് എന്ന നിലയിലേക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു വികാരം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെയാണ് എസ് ജയകുമാറിനെ പ്രസിഡന്റാക്കി തീരുമാനിക്കുന്നത്. പക്ഷേ സീസൺ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് അങ്ങനെ ഒരു ഭരണമാറ്റം സംഭവിച്ചത്. സ്വാഭാവികമായും അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ മുന്നൊരുക്കങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അതിന്റെ ഏകോപനം 6 മാസത്തെ ഒരു പ്രക്രിയയാണ് ഒരു തീർത്ഥാടന കാലത്തെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ബോർഡ് മാറുകയും അവരെടുത്ത നയപരമായ തീരുമാനങ്ങൾ ഫ്രീസാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. പുതിയ പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹത്തിന് ഇതിന് വേണ്ട സ്വാഭാവികമായൊരു സമയം വേണം. കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള
അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒരു സമയം വേണം. പക്ഷെ ആ സമയം പുതിയ പ്രസിഡന്റിനോ ഭരണസമിതിക്കോ ലഭിച്ചില്ല എന്നത് വ്യക്തമായ കാര്യമാണ്. അതിന്റെ ഒരു പ്രതിസന്ധി തുടക്കത്തിലുണ്ടായി എന്നത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു സാഹചര്യം കൈവിട്ടു പോകാമായിരുന്ന ഒരു അവസ്ഥയൊക്കെ മാറി. ഒരുപക്ഷെ കടന്നു വരുന്ന വഴിയിലെ ക്യൂവോ അല്ലെങ്കിൽ അവർക്ക് ലഘുഭക്ഷണമോ പാനീയമോ ഒക്കെ കിട്ടാത്തതിന്റെ കുറവോ അങ്ങനെയുള്ള ജീവനക്കാരുടെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു തീർത്ഥാടന പ്രവാഹമുണ്ടാവുകയും അതൊരു ആൾക്കൂട്ട ദുരന്തത്തിന്റെ വക്കിലേക്ക് എത്തുകയും ചെയ്ത സാഹചര്യം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെയാണ് ഹൈക്കോടതി 5000 ആക്കി സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ വലിയ പ്രതിസന്ധി ഒരുപക്ഷെ ശബരിമലയിൽ ഉണ്ടാകാമായിരുന്ന വലിയൊരു പ്രതിസന്ധി മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതൊക്കെ തലനാരിഴയ്ക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ മാറിപ്പോയി എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്, തിരക്ക് നിയന്ത്രണ വിധേയമാണ്. അവിടെയാണ് ആദ്യത്തെ കുഴപ്പങ്ങളെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ എത്തുന്നത്. ഇന്നത്തെ അവലോകന യോഗവും വളരെ പ്രധാനമാണ്. മന്ത്രി ഇവിടെ എത്തിയില്ല എന്ന പരാതി ഒരു വശത്തുണ്ടായിരുന്നു. പെരുമാറ്റച്ചട്ടത്തിന്റെ കാര്യമാണ് മന്ത്രി വിശദീകരിച്ചതെങ്കിലും മന്ത്രിക്ക് ഈ യോഗത്തിൽ പങ്കെടുത്തു പോകുന്നതിന് മറ്റ് തടസ്സമുണ്ടായിരുന്നില്ല. ശബരിമല സന്ദർശിക്കുന്നതിന് മറ്റ് തടസ്സമുണ്ടായിരുന്നില്ല. കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ ഒരു തീർത്ഥാടനം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ആ ഉത്സവം നടക്കുമ്പോൾ മന്ത്രി ഇടപെടുന്നതിന് കോടതിയുടെ അനുമതി വാങ്ങാമായിരുന്നു എന്നതടക്കമുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഈ കൊള്ള നടന്നു എന്ന പശ്ചാത്തലത്തിൽ, അറസ്റ്റുകൾ ഒന്നിനു പിറകെ ഒന്ന് നടന്ന പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടേക്ക് എത്തിയില്ല എന്നൊരു ആക്ഷേപം കൂടി നിലനിന്നിരുന്നു. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം രാത്രി മന്ത്രി VN വാസവൻ സന്നിധാനത്തേക്ക് വന്നു. ഇന്നിപ്പോൾ അദ്ദേഹം പമ്പയിലേക്ക് പോയിട്ടുണ്ട്. സ്ത്രീകളടക്കം പങ്കെടുക്കുന്നൊരു യോഗമാണ്, അതുകൊണ്ടാണ് അത് പമ്പയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അടക്കം ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ രാവിലെ 11 മണിക്കാണ് യോഗം നടക്കുക. അതിനുശേഷം കൂടുതൽ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നതിൽ ഉറപ്പായും തീരുമാനങ്ങൾ ഉണ്ടാകും. കൂടുതൽ സുഗമമായി ഭക്തർക്ക് ദർശനം നടത്തി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും യോഗത്തിൽ ഉയർന്നു വരിക എന്നത് വ്യക്തമാണ്. അനുശ്രീ, വിനോദ്, തിരക്കിപ്പോഴും നിയന്ത്രണ വിധേയമാണെന്ന് പറയുമ്പോഴും ഇനിയും അതുപോലൊരു തിരക്കുണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നതിന് ഇപ്പോഴും ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇന്നും നാളെയും ഉള്ളത് അവധി ദിവസങ്ങളാണ്. അപ്പോൾ ഇനിയും തിരക്ക് കൂടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ആ തിരക്കിനെ എങ്ങനെ അവർ നിയന്ത്രിക്കും? അതുപോലെ തന്നെ ഇപ്പോൾ 18ാം പടി കയറ്റിവിടുന്നത് മിനിറ്റിൽ എത്ര പേരെ വെച്ചാണ്? അനുശ്രീ, ഇനി അങ്ങനെ ഒരു തിരക്ക് ഏതായിരുന്നാലും സന്നിധാനത്ത് ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അതിനുള്ള ക്രമീകരണങ്ങൾ ഇതിനകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി വന്നത് നിലയ്ക്കൽ ബേസ് ക്യാമ്പ് ആക്കി മാറ്റുക എന്നതായിരുന്നു. അങ്ങനെ ആ നടപടി ഇതിനകം തന്നെ നടപ്പിലായിട്ടുണ്ട്. നിലയ്ക്കലിൽ കൂടുതൽ സമയം തീർത്ഥാടകരെ ഹോൾഡ് ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം പമ്പയിലേക്ക് കടത്തിവിട്ടാലുള്ള ഒരു പ്രതിസന്ധി, പമ്പ സ്നാനം കഴിഞ്ഞാൽ കൂടുതൽ സമയം അവിടെ കാത്തു നിൽക്കാൻ ഭക്തർ തയ്യാറാകില്ല. നമുക്ക് 2 വഴികളാണ് സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് വരാൻ നിയമപ്രകാരമുള്ളത്. അല്ലെങ്കിൽ തീർത്ഥാടകരെ കടത്തിവിടുന്ന 2 വഴികളാണ്. ഒന്ന് നീലിമല വഴിയുള്ള പടിക്കെട്ടുകൾ കയറിയുള്ള വഴി, മറ്റൊന്ന് ചന്ദ്രാനന്ദ റോഡിലൂടെ സന്നിധാനത്തേക്കാനുള്ള സമാന്തരമായ പാത. ഈ ചന്ദ്രാനന്ദ റോഡിലൂടെയാണ് ട്രാക്ടറൊക്കെ സഞ്ചരിക്കുന്നത്. ആ ട്രാക്ടർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ അയ്യപ്പ ഭക്തർക്ക് കടന്നു വരാൻ കഴിയും. അത്ര വീതിയുള്ള ഒരു വഴിയാണ്. മറ്റ് തടസ്സമൊന്നുമില്ലാതെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നെങ്കിൽ പോലും അയ്യപ്പ ഭക്തർക്ക് മുകളിലേക്ക് വരാൻ കഴിയും. നീലിമല വഴിയും അപ്പാച്ചിമേട് വഴിയും നീലിമലയിലുള്ള ഭാഗം തന്നെയാണ്. അതുവഴി മരക്കൂട്ടത്തിലെത്തി, ഈ മരക്കൂട്ടത്തിലാണ് ഈ 2 വഴിയും വന്നു ചേരുന്നത്. പമ്പയിൽ നിന്ന് 2ആയി തുടങ്ങുന്ന ഈ പ്രധാന പാതകൾ ഏറ്റവും ഒടുവിൽ മരക്കൂട്ടത്തിലാണ് വന്നു ചേരുന്നത്. അവിടെ നിന്ന് അത് ഒരു ഒറ്റ വരിയായി നേരെ പ്രധാനപ്പെട്ട നടപ്പന്തലിലേക്ക് എത്തുകയും അവിടെ നിന്ന് 18ാം പടി ചവിട്ടി ക്യൂ കോംപ്ലക്സിലൂടെ കയറി നേരെ ശ്രീകോവിലിന് മുന്നിലെത്തി ദർശനം നടത്തി അവർ മാളികപ്പുറത്തിന്റെ ആ ഭാഗത്തേക്ക് പോയി വിരികളിലേക്കൊക്കെ പോവുകയും അവിടെ നെയ്യഭിഷേകത്തിനുള്ള നെയ് നാളികേരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും പിന്നീട് നെയ്യഭിഷേകം നടത്തി പ്രസാദം വാങ്ങി പടിയിറങ്ങുന്നതാണ് ഇവിടുത്തെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഭക്തർ വന്നാലുള്ള ക്രമം. അതിന്റെ ഒരു ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ആചാരവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു ക്രമം ഇങ്ങനെയാണ്. പോകുന്ന വഴിക്ക് ആഴിയിൽ നെയ്ത്തങ്ങയുടെ ഭാഗങ്ങൾ നിക്ഷേപിച്ച് അവർ മലയിറങ്ങുകയാണ്. പക്ഷേ ഈ പമ്പയിൽ ആളുകൾ കൂടുതലായി എത്തിയാലുള്ള പ്രശ്നം, അവിടെ തങ്ങാൻ അവർ തയ്യാറാകില്ല. മറിച്ച് ഈ വനമേഖലകളിലൂടെ അകത്ത് പ്രവേശിക്കാൻ ശ്രമിക്കും. ഏതാണ്ട് 5-5.5 കിലോമീറ്ററാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഉള്ളത്. ഈ 5 കിലോമീറ്ററിനുള്ളിൽ ഒരു 3 കിലോമീറ്ററോ
മറ്റോ 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഇവർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് ഈ പ്രധാന പാതകളിലേക്ക് ഇടയിൽ നിന്ന് കട്ട് ചെയ്ത് കയറും. അങ്ങനെ കയറുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോഴാണ് ഈ ആൾക്കൂട്ടം സൃഷ്ടിക്കപ്പെടുന്നത്. വലിയ തോതിൽ അല്ലെങ്കിൽ പോലും ആൾക്കൂട്ടം വർദ്ധിക്കുന്നതിന് ഒരു കാരണം ഇതാണ്. പക്ഷേ അന്നത്തെ ഈ ശബരിമലയിൽ പ്രതിസന്ധി ഉണ്ടായ അന്ന് വലിയ ജനത്തിരക്കുണ്ടായ സമയത്ത് ഇങ്ങനെ എത്ര ആളുകൾ കയറിയാലും ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകില്ല. അതിൽ പല പല ആരോപണങ്ങൾ വരുന്നുണ്ട്. ഏതായിരുന്നാലും വിർച്വൽ ക്യൂവിൽ പോലും ചില ക്രമക്കേട് നടന്നു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. അന്നത്തെ കണക്ക് അനുസരിച്ച് 81,000 പേർ വന്നു എന്നാണ് PRD പുറത്തുവിടുന്ന കണക്കനുസരിച്ച് പറയുന്നത്. 81,000 പേരല്ല അന്ന് വന്നതെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതിൽ വലിയ ചർച്ചകളൊക്കെ ഒരു വശത്ത് നടന്നിരുന്നു. അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ വനമേഖലയിലൂടെ ആളുകൾ ക്യൂവിൽ പ്രവേശിക്കുന്നു എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. പിന്നെ പലപ്പോൾ പുല്ലുമേടി വഴി വരുന്ന ഭക്തരുണ്ട്, എരുമേലി വഴി പരമ്പരാഗത പാത വഴി വരുന്ന ആളുകളുണ്ട്. അവരും പമ്പയിലാണ് എത്തുന്നത്. ആ വഴിയുള്ള യാത്ര നേരത്തെ നിരോധിച്ചിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം വന്നിരുന്നു. അപ്പോൾ ആ നിലയ്ക്കൊക്കെ പല വഴികളിലൂടെ ഇവിടേക്ക് ഭക്തർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ച് ഈ വഴിയിൽ വനത്തിലൂടെ വന്ന് ഈ പ്രധാന പാതയിൽ തീർത്ഥാടകർ സാധാരണ വരുന്ന പാതയിലേക്ക് കട്ട് ചെയ്ത് കയറുന്ന രീതി അവസാനിപ്പിക്കുന്നതിന് പോലീസുകാരെ അങ്ങനെ ആളുകൾ കട്ട് ചെയ്ത് കയറുന്ന ഭാഗങ്ങളിൽ കൂടുതൽ വിന്യസിക്കുക എന്നൊരു തീരുമാനം വന്നത്. 500ഓളം പോലീസുകാരെ ആ തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതിന് പിന്നാലെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യമുള്ളത്, തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർ അവർ സന്നിധാനത്തെത്തിയ ശേഷം മല ഇറങ്ങാൻ കാലതാമസം എടുക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസവും പോലീസിന്റെ ശ്രദ്ധയിലുണ്ടായിരുന്ന ഒരു വിഷയമാണിത്. അതായത് സന്നിധാനത്തേക്ക് എത്തുന്നു, ഒരു പ്രാവശ്യം ദർശനം നടത്തുന്നു. 18-ാം പടിയിൽ നാളികേരം ഉടച്ച ശേഷമാണ് ശ്രീകോവിലിൽ ദർശനം നടത്തി ഇവർ വിരിയിലേക്ക് പോകുന്നത്. വിരി എന്നത് പറയുന്നത് അവർ വിശ്രമിക്കുന്നതാണ്. നമുക്ക് ചെറിയ പൈസ കൊടുത്ത് അയ്യപ്പ ഭക്തർക്ക് ഇവിടെ മഴയും വെയിലും ഒന്നും കൊള്ളാതെ ടെന്റുകളിൽ താമസിക്കാൻ കഴിയും. അത് കരാർ കൊടുത്തിട്ടുള്ള ടെന്റുകളാണ്. ആ കരാറുകാരന് ചെറിയ പണം കൊടുത്താൽ അല്ലെങ്കിൽ കരാറുകാരൻ നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർക്ക് ചെറിയ പൈസ കൊടുത്ത് അയ്യപ്പന്മാർക്ക് അവിടെ വിശ്രമിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. ദേവസ്വം ബോർഡിന്റെ തന്നെ വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ വലിയ പന്തലുകളുണ്ട്. ഈ പന്തലിലൊക്കെ വിശ്രമിക്കാൻ കഴിയും. പക്ഷേ ഈ വിശ്രമിക്കുന്നവർ അടുത്ത മണിക്കൂറുകളിൽ മലയിറങ്ങാൻ കൂട്ടാക്കാറില്ല. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ ഇവിടെ വീണ്ടും തുടരും. ആ തുടരുന്നതിന് കാരണം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ദർശനം നടത്തുക എന്നതാണ് ഇവരുടെ ആഗ്രഹം. സാധാരണ നിലയിൽ വരുന്നു, ശ്രീകോവിലിൽ തൊഴുന്നു, താഴേക്ക് ഇറങ്ങാനുള്ള തീരുമാനമെടുക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, 3ഉം 4ഉം പ്രാവശ്യം അയ്യപ്പനെ കണ്ടു തൊഴാൻ നിൽക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വിരികളിൽ നിന്ന് ആളുകൾ താഴേക്ക് പോകുന്നില്ല. ദേവസ്വം ബോർഡിന്റെ ഈ വലിയ പന്തലുകളുണ്ട്, അവിടെ നിന്ന് പോകുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ തുറന്നു കിടക്കുന്ന തുറസായ സ്ഥലങ്ങളുണ്ട്. ഭക്തർക്ക് വനമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായി വിശ്രമിക്കാൻ കഴിയും. ഇവർ ഈ സ്ഥലങ്ങളിൽ നിന്ന് താഴേക്ക് പോകുന്നില്ല. അങ്ങനെ വലിയ ജനക്കൂട്ടം സന്നിധാനത്ത് സൃഷ്ടിക്കപ്പെടുന്നു. ശ്രീകോവിലിന്റെ പരിസരത്ത് വലിയ ജനക്കൂട്ടം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതേ സമയം പമ്പയിൽ നിന്ന് കയറി വരുന്ന ആളുകളുണ്ട്. മറ്റു വഴികളിലൂടെ ഇപ്പൊ പുല്ലുമേട് വഴിയൊക്കെ വരുന്ന ഭക്തരുണ്ട്. ഇവർ കൂടി ഇവിടെ എത്തിച്ചേരുമ്പോൾ അതൊരു വലിയ ആൾക്കൂട്ടമായി മാറും. ഈ കയറുന്നവർ ഇറങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെയാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഒരു തീരുമാനമുണ്ടായത്. വിരിയിൽ ഒരു നിശ്ചിത സമയം മാത്രമേ അയ്യപ്പ ഭക്തരെ അനുവദിക്കാവൂ എന്നത്. അതായത് ദർശനം നടത്തി അഭിഷേകം കഴിഞ്ഞ് പ്രസാദം ശബരിമലയിൽ വലിയ തിരക്കുകളൊന്നുമില്ലാതെ ഇപ്പോൾ ദർശനം പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ചേരുന്ന അവലോകന യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും. തിരക്കുകൾ നിയന്ത്രിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.